നമസ്കാരം. എഡിറ്റേഴ്സ് അനാലിസിസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരേ ഒരു സ്വരം, ഞങ്ങൾ ഇടിച്ചു കൊന്ന നിരപരാധികളുടെ വിവരങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ തരില്ല എന്നാണ്. ഞങ്ങൾ മൂന്നാം മുറയിൽ കോർത്ത് ജീവിതം നശിപ്പിച്ച് അസ്ഥി മാത്രം ബാക്കിയാക്കിയവരുടെ കണക്കുകൾ ഞങ്ങൾ തരില്ല എന്നാണ് പോലീസുകാരാണ് പറയുന്നത്. വിവരാവകാശ നിയമപ്രകാരം പൊതുജനത്തിന് അതറിയണം എന്ന് പറഞ്ഞാലും ഇല്ല തരില്ല എന്നാണ് പോലീസുകാരുടെ ഉത്തരം. കസ്റ്റഡി മർദ്ദനത്തിൻ്റെയും കസ്റ്റഡിയിലെ മരണങ്ങളുടെയും കണക്കുകളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷ കേരള പോലീസ് നിരസിച്ചതോടുകൂടിയിട്ട് ആ പോലീസ് സേനയുടെ വിശ്വാസ്യതയിൽ ഇടിവ് മാത്രമല്ല, CCTV ക്യാമറകളില്ലാത്ത സ്റ്റേഷൻ മുറികളിലെ ചോരപ്പാടുകളെക്കുറിച്ച് നമുക്ക് വീണ്ടും സംശയങ്ങൾ ഉണരുകയാണ്. ജനാധിപത്യ സമൂഹത്തിൻ്റെ അടിത്തറയെ തകർക്കുന്ന അധികാരം പൗരൻ്റെ ശരീരത്തിൽ നടത്തുന്ന ക്രൂരമായ ഇടപെടലിനെക്കുറിച്ചാണ് വിവരാവകാശ നിയമപ്രകാരം പോലീസിനോട് വിവരങ്ങൾ തേടിയത്. അതിൻ്റെ ഉത്തരം പോലീസ് തരില്ല എന്ന് പറയുമ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് കസ്റ്റഡി മർദ്ദനങ്ങളെയും കസ്റ്റഡി മരണങ്ങളെയും കുറിച്ച് ഉറക്കെ സംസാരിക്കേണ്ടി വരുന്നു. പോലീസ് സ്റ്റേഷനുകൾ സാധാരണ പൗരന്മാർക്ക് നീതിയുടെയും സുരക്ഷയുടെയും അവസാനത്തെ വാതിലുകളാണ്. എന്നാൽ പലപ്പോഴും ഈ വാതിലുകൾ തുറക്കുന്നത് ഭയത്തിലേക്കും നീതിയുടെ നിഷേധത്തിലേക്കുമാണ്. ഭരണകൂടത്തിൻ്റെ പേരിൽ നിയമത്തിൻ്റെ മറവിൽ അധികാരികൾ പൗരൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെയും അന്തസ്സിനെയും എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത്, എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. പ്രത്യേകിച്ചും പോലീസ് സ്റ്റേഷനുകൾക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളായിട്ടുള്ള കസ്റ്റഡി മരണങ്ങളെയും കസ്റ്റഡി മർദ്ദനങ്ങളെയും കുറിച്ചുള്ള ഒരു വിവരങ്ങളും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കില്ല. അത് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് പോലീസ് ധാർഷ്ട്യത്തോടു കൂടി പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ എന്തൊക്കെ പ്രവണതകളാണ് ഉള്ളത് എന്ന് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. വിവര നിഷേധത്തിൻ്റെ കാവൽക്കാരാണോ കേരള പോലീസ് എന്നുള്ള ചോദ്യം വരുന്നു. വിവരാവകാശം ലോകവ്യാപകമായിട്ട് ഏറ്റവും വലിയ മനുഷ്യാവകാശത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിട്ട് ആഘോഷിക്കപ്പെടുമ്പോൾ ഇവിടെ കേരള പോലീസ് വിവര നിഷേധത്തിൻ്റെ കാവൽക്കാർ എന്നുള്ളതിലേക്ക് മാറുകയാണോ എന്നുള്ളതാണ് ആ ചോദ്യം. വിവരാവകാശം, റൈറ്റ് ടു ഇൻഫർമേഷൻ, ആ വിവരാവകാശ നിയമം ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളുടെ ഓർമ്മകൾ വേണം. ആ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് മാധ്യമപ്രവർത്തന മേഖലയിലാണ്. ഒരു മാധ്യമപ്രവർത്തകന്, ഒരു റിപ്പോർട്ടർക്ക് മൈക്കുമായിട്ട് ഒരിടത്തും പോയില്ലെങ്കിൽ പോലും അന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മിക്കവാറും സമയത്തും ലഭിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് കിട്ടുന്ന മറുപടികളിൽ നിന്നാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചോദ്യങ്ങൾ ചോദിക്കുക, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം നൽകേണ്ടവർ നമ്മുടെ മൈക്കിന് മുന്നിലേക്ക് വന്നില്ലെങ്കിൽ പോലും വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്ന വിവരങ്ങളെ, കണക്കുകളെ ക്രോഡീകരിച്ച് വെച്ചുകൊണ്ട് മറ്റു ചില വസ്തുതകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഉത്തരങ്ങൾ വലിയ വാർത്തകളായിട്ട് മാറുന്നു. അത് മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല, മനുഷ്യാവകാശം എവിടെയൊക്കെ ലംഘിക്കപ്പെടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായും വിവരങ്ങൾ തേടേണ്ടി വരുന്നു. ആ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നിയമമാണ് വിവരാവകാശ നിയമം. ആ നിയമത്തിൻ്റെ ചൂണ്ടുവിരൽ തങ്ങളുടെ നേരെ ഉയരരുത് എന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിൽ പോലീസിന് എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട് എന്നാണ് അതിൻ്റെ ഉത്തരമായിട്ട് നമ്മൾക്ക് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് വിവരാവകാശ നിയമം, റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഭരണകൂടത്തോട് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്ന് ധൈര്യപൂർവ്വം ചോദിക്കാൻ ഭരണഘടന തന്നെ നൽകിയ ആയുധമാണ്. എന്നാൽ ആ ആയുധത്തിൻ്റെ മുന ഒടിക്കുന്ന സമീപനമാണ് കേരള പോലീസ് അടുത്തിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾക്ക് ഇന്ന് ഈ വിഷയം ഈ രീതിയിൽ പ്രേക്ഷകരുടെ മുൻപാകെ അവതരിപ്പിക്കേണ്ടി വരുന്നത് മുതിർന്ന അഭിഭാഷകനും പ്രോസിക്യൂഷൻ്റെ മുൻ ഡയറക്ടർ ജനറലുമായ ടി ആസിഫ് അലി കസ്റ്റഡി മർദ്ദനങ്ങളെയും മരണങ്ങളെയും സംബന്ധിച്ച കണക്കുകൾ തേടിയിട്ട് വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ നൽകി. ആ അപേക്ഷ നൽകുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിക്കുകയാണെങ്കിൽ കേരളത്തിലെ പോലീസ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പോലീസ് എന്ത് ചെയ്യുന്നു എന്നുള്ള താരതമ്യ പഠനം നടത്തുക എന്നത് മാത്രമല്ല, കേരളത്തിലെ പോലീസിൽ എത്രത്തോളം മനുഷ്യാവകാശത്തോട് താല്പര്യമുള്ള രീതിയിൽ നിയമം നടത്തുന്നു എന്ന് ഉത്തരം ലഭിച്ചേനെ. പക്ഷേ അങ്ങനെ ഈ പറയുന്ന മുതിർന്ന അഭിഭാഷകനും പ്രോസിക്യൂഷൻ്റെ മുൻ ഡയറക്ടർ ജനറലുമായിട്ടുള്ള ടി ആസിഫ് അലി കസ്റ്റഡി മർദ്ദനങ്ങളെയും മരണങ്ങളെയും സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ തേടിക്കൊണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം അപേക്ഷ നൽകിയപ്പോൾ അതിന് ലഭിച്ചിട്ടുള്ള മറുപടി കേട്ടാൽ പലരുടെയും രക്തം തിളയ്ക്കും. പലരുടെയും എന്ന് പറഞ്ഞാൽ നീതിയിൽ വിശ്വസിക്കുന്നവരുടെ രക്തം തിളയ്ക്കും. പോലീസ് നൽകിയ മറുപടി എന്ന് പറയുന്നത് കേവലം വിവര നിഷേധം എന്നതിലുപരിയായിട്ട് ഭരണഘടനാപരമായിട്ട് പൗരന്മാർക്കുള്ള അവകാശങ്ങളോടുള്ള വെല്ലുവിളിയുമായിരുന്നു അത്. പോലീസ് എന്താണ് പറഞ്ഞത്? സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അത് റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ പരിധിയിൽ വരില്ല എന്നാണ്. നിയമത്തിൻ്റെ, വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ വരില്ല എന്നാണ്.
പക്ഷെ നിയമം വ്യക്തമാക്കുന്ന കാര്യം മനുഷ്യാവകാശ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ തേടുമ്പോൾ ഈ വിലക്ക് ബാധകമല്ല എന്നാണ്. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കയ്യിലുള്ള വിവരങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല എന്ന് പറയുമ്പോൾ പോലും ആ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ നിയമത്തിനകത്ത് നിൽക്കുന്ന കാര്യങ്ങൾക്കകത്ത് മനുഷ്യാവകാശ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടെങ്കിൽ അത് വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ്. അവിടെയാണ് അതിനെയും മറികടക്കുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് വിചിത്രമായൊരു വാദം മുന്നോട്ട് വെച്ചത്. അതായത് കസ്റ്റഡി മർദ്ദനവും കസ്റ്റഡി മരണവും മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ പരിധിയിൽ വരില്ല എന്നാണ്. അതാണ് പോലീസിൻ്റെ ന്യായീകരണ വിശദീകരണം എന്ന് പറയുന്നത്. കസ്റ്റഡി മരണവും കസ്റ്റഡി മർദ്ദനവും അത് മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ പരിധിയിൽ വരില്ല. അതായത് ഒരു കേസ് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇടിച്ചത്, ഒരു കേസ് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അടിച്ചത്, ഒരു കേസ് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ നഖത്തിനിടയിൽ മൊട്ടുസൂചി കയറ്റിയത്, ഒരു കേസ് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ മുളക് പൊടി കണ്ണിൽ അരച്ച് ചേർത്തത്, ഒരു കേസ് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ സ്വകാര്യ ഭാഗത്ത് മുളകരച്ച് തേച്ചത്, ഒരു കേസ് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ 16 പോലീസുകാർ ഒരു യുവാവിൻ്റെ നട്ടെല്ലിന് മുകളിൽ കയറി നിന്ന് ഉരുട്ടിയത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ കസ്റ്റഡി മർദ്ദനം എന്ന് പറയുന്നത് മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ പരിധിയിൽ വരില്ല എന്ന് പറയുന്നു. കസ്റ്റഡി മരണം എന്ന് പറയുന്നത് മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ പരിധിയിൽ വരില്ല എന്ന് പറയുന്നു. അങ്ങനെ പൗരന്മാരെ അടിച്ചൊതുക്കാനും അവരെ നരകയാതന അനുഭവിപ്പിക്കാനും ആ നരകയാതന അനുഭവിക്കുന്നതിൻ്റെ ഇടയിൽ അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ മരണം എന്ന് പറയുന്നത് അവർക്ക് അർഹമായിട്ടുള്ള ഒന്നാണ് എന്നും പറയുന്ന രീതിയിൽ മർദ്ദനവും കസ്റ്റഡി മർദ്ദനവും കസ്റ്റഡി മരണവും മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ പരിധിയിൽ വരില്ല എന്ന് പോലീസ് ന്യായീകരണ വിശദീകരണം നൽകുമ്പോൾ അതൊരു സാധാരണ നിലപാടല്ല, മറിച്ച് സ്വേച്ഛാപരമായിട്ടുള്ള നിലപാടാണ്, വിചിത്രമായിട്ടുള്ള നിലപാടാണ്. കാരണം രാജ്യത്തെ പരമോന്നത നീതിപീഠങ്ങൾ ഉൾപ്പെടെ എല്ലാ കോടതികളും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമുണ്ട്. കസ്റ്റഡി മർദ്ദനം എന്ന് പറയുന്നത് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം പൗരന്മാർക്ക് കൃത്യമായിട്ടും ഉറപ്പ് നൽകുന്ന ഒരു അവകാശമാണ്. ആ അവകാശം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള അവകാശം. ആ അവകാശത്തിൻ്റെ ലംഘനമാണ് കസ്റ്റഡി മർദ്ദനം എന്ന് പറയുന്നത്. ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഓർത്തു വയ്ക്കുക, ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം അത് കാണാതെ പഠിക്കുക, അത് ഹൃദയത്തിൽ ഉറപ്പിക്കുക. 21 എന്ന് പറയുന്ന അനുച്ഛേദം, ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം ഉറപ്പ് നൽകുന്ന ഒന്ന് ജീവിക്കാനുള്ള അവകാശം. ആ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ലംഘനമാണ് കസ്റ്റഡി മർദ്ദനം എന്നതാണ്. അത് സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും മനുഷ്യാവകാശ ലംഘനം തന്നെയായിട്ട് മാറുന്നു. എന്നിട്ടും പോലീസ് എന്തുകൊണ്ട് ഈ വിവരങ്ങൾ മറച്ചു വയ്ക്കുന്നു? പോലീസിൻ്റെ ലാത്തിയിലും പോലീസിൻ്റെ തോക്കിലും പോലീസിൻ്റെ മുഷ്ടികളിലും നിരപരാധികളുടെ രക്തക്കറയുള്ളത് കൊണ്ടാണ് പോലീസിന് വിവരങ്ങൾ നൽകുന്നതിൽ ഈ വിമുഖത ഉള്ളത് എന്ന് പറയേണ്ടി വരുന്നു. ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നാൽ എന്താണ് സംഭവിക്കുമായിരുന്നത്? 2016 ഏപ്രിൽ 1 മുതലുള്ള വിവരങ്ങളാണ് ചോദിച്ചത് ആസഫ് അലി. അപ്പോൾ 2016 ഏപ്രിൽ 1 മുതൽ സംസ്ഥാനത്ത് എത്ര പേർ കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായി, എത്ര പേർ മരിച്ചു എന്നുള്ള കണക്കുകൾ കൃത്യമായിട്ട് പുറത്തു വരും. ആ കണക്കുകൾ ഒരു പക്ഷേ സർക്കാരിനെ, ഭരണകൂടത്തെ, പോലീസ് സേനയെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തും എന്ന് അവർ ഭയപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ആ ചോദ്യം. കസ്റ്റഡി മർദ്ദനത്തിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഏറ്റവും ആദ്യം വരുന്നത് അടിയന്തരാവസ്ഥക്കാലത്തെ രാജൻ്റെ രക്തമാണ്. അതുമുതൽ ഇങ്ങോട്ടുള്ള വലിയ നീതി നിഷേധങ്ങളുടെ ചരിത്രമുണ്ട്. അതിന് മുൻപുണ്ടായിട്ടുള്ള നീതി നിഷേധങ്ങളുടെ ചരിത്രമുണ്ട്. ആവർത്തിക്കപ്പെടുന്ന കസ്റ്റഡി മരണങ്ങളുടെയും കസ്റ്റഡി മർദ്ദനങ്ങളുടെയും കസ്റ്റഡിയിലെ കൊലപാതകങ്ങളുടെയും ചോരച്ചാലുകൾ ഇരുമ്പഴികൾക്കുള്ളിൽ നിന്ന് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഒഴുകി വന്നതിൻ്റെ മുറിപ്പാടുകൾ നമ്മുടെ മുന്നിലുണ്ട്. കേരള പോലീസ് നേടിയിട്ടുള്ള വലിയ നേട്ടങ്ങൾ, അന്വേഷണത്തിലെ മികവുകൾ, കേരള പോലീസിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള വലിയ മനുഷ്യാവകാശ മുന്നേറ്റങ്ങൾ അതൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിൽ തന്നെയും അതിനേക്കാൾ ബഹുരൂപിയായിട്ട് ഉയർന്നു നിൽക്കുന്നു ഈ പറയുന്ന കസ്റ്റഡി മർദ്ദനങ്ങളുടെ ചോരച്ചാലുകളുടെ കഥയും ചരിത്രവും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പോലീസ് സംവിധാനത്തിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ക്രൂരതയാണ്, സിസ്റ്റമിക്കായിട്ടുള്ള ക്രൂരതയാണ് അത് എന്ന് പറയേണ്ടി വരുന്നു. ഇത് ഒറ്റ രാത്രി കൊണ്ടുണ്ടായതല്ല. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ, കൊളോണിയൽ കാലഘട്ടം മുതൽ പോലീസ് സേനയെ എങ്ങനെയാണ് ഉപയോഗിച്ചത്? അത് പൗരനെ ഭയപ്പെടുത്തിക്കൊണ്ട് അടിമത്തത്തിൽ നിർത്താൻ അധികാരികൾ ഉപയോഗിച്ച 3-ാം മുറയുടെ പിന്തുടർച്ചയാണ്. ആ 3-ാം മുറയുടെ പിന്തുടർച്ച ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു തെരുവിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ, ഒരു സിനിമയ്ക്ക് ക്യൂ നിൽക്കുമ്പോൾ, എവിടെയും ഒരു പോലീസുകാരനെ കണ്ടാൽ ഉള്ളം കിടുങ്ങുന്ന രീതിയിലേക്ക് ചില തരംഗ സ്ഫോടനങ്ങൾ നമ്മളുടെ ഉള്ളിലുണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്നത് പോലെയുള്ള കൊളോണിയൽ കാലഘട്ടം മുതൽ പൗരനെ ഭയപ്പെടുത്തിയിട്ട് അടിമത്തത്തിൽ നിർത്താൻ വേണ്ടി അധികാരികൾ ഉപയോഗിച്ച 3-ാം മുറയുടെ പിന്തുടർച്ചയുടെ
എന്തൊക്കെയോ തലങ്ങൾ ഇപ്പോഴും നമ്മുടെ ജനിതകത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. പണ്ട് കുറ്റവാളികളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ പോലീസ് പ്രയോഗിച്ചിരുന്ന പീഡന മുറകളാണ് 3-ാം മുറ എന്ന് പറയുന്നത്. ഈ 21-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രീയമായിട്ടുള്ള കുറ്റാന്വേഷണ രീതികൾ നിലനിൽക്കുമ്പോൾ അപ്പോൾ പോലും നമ്മുടെ പോലീസ് സേന ഇപ്പോഴും ഇതേ രീതികൾ തുടരുന്നു എന്നത് അങ്ങേയറ്റം ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ പല കസ്റ്റഡി മരണങ്ങളും വലിയ രീതിയിലുള്ള കോളിളക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കോളിളക്കങ്ങളൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അതുണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്നു, അത് കഴിഞ്ഞിട്ട് മറന്നു പോകുന്നു. വീണ്ടും പോലീസുകാരുടെ ധീരോദാത്ത പ്രവൃത്തികൾ വരുന്നു. റിപ്പബ്ലിക് ഡേക്കും സ്വാതന്ത്ര്യദിനത്തിലും ധീരതയ്ക്കും വലിയ സേവനത്തിനുമുള്ള മെഡലുകൾ നേടിയിട്ടുള്ള പോലീസുകാരുടെ മുഖചിത്രങ്ങൾ വരുന്നു. ഈ കസ്റ്റഡി മർദ്ദനങ്ങളുടെ ചോരച്ചാലുകൾ നാം മറന്നു പോവുകയോ നമ്മളെ കൊണ്ട് മറപ്പിക്കുകയോ ചെയ്യുന്നു. 2005 ഉദയകുമാർ കസ്റ്റഡി മരണം കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിൽ നടന്ന ആ സംഭവം പോലീസിൻ്റെ ക്രൂരതയുടെ മുഖം മൂടി വലിച്ചു കീറുന്നതായിരുന്നു. ബട്ടണപ്പ് എന്ന് പറയുന്ന ക്രൂരമായിട്ടുള്ള മർദ്ദന രീതി അന്ന് ലോകം അറിയുകയുണ്ടായി. രണ്ടാമത്തേത് 2018 ശ്രീജിത്ത് കസ്റ്റഡി മരണമാണ്. വരാപ്പുഴയിൽ കസ്റ്റഡിയിലെടുത്ത ശ്രീജിത്ത് ക്രൂരമായിട്ടുള്ള മർദ്ദനത്തെ തുടർന്ന് മരിക്കുകയായിരുന്നു. ആ സംഭവം ജനകീയമായിട്ടുള്ള വലിയ പ്രതിഷേധത്തിന് കാരണമായി. 2019 കസ്റ്റഡി മരണം രാജ്കുമാറിൻ്റെ പേരിലാണ്. ഇടുക്കിയിലെ പീരുമേട് സബ് ജയിലിൽ രാജ്കുമാർ ക്രൂരമായിട്ടുള്ള പീഡനത്തിനിരയായിട്ട് മരിച്ചു. 90 മണിക്കൂറിലധികം നീണ്ട പീഡനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മെ ഞെട്ടിച്ചു. ഇതേപോലെയുള്ള കേസുകൾ കേവലം ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായിട്ടുള്ള വീഴ്ചയായിട്ട് കണ്ടാൽ പോരാ. ഇത് പോലീസിലെ ഒരു സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണ്. പോലീസ് രാജാണ് എന്ന, തങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന ഒരു മനോഭാവം അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പോലീസ് സംവിധാനം ആരുടെ നിയന്ത്രണത്തിലാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും പെട്ടെന്നുള്ള ഉത്തരം എന്ന് പറയുന്നത് അത് ഭരണകൂടത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. അപ്പോൾ പോലീസ് നടത്തുന്ന നീതികേടുകൾ പലപ്പോഴും ഭരണകൂടത്തിൻ്റെ നീതികേടുകൾ മറച്ചു വയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ വേണം മാവോയിസ്റ്റ് വേട്ടയുടെ കാര്യങ്ങളെയൊക്കെ നമുക്ക് നോക്കാൻ. മാവോയിസ്റ്റ് വേട്ടയുടെ കാര്യത്തിൽ എന്ന് പറയുന്നത് ഈ സമീപനം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ടി ആസഫ് അലി വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ ഇവിടെ എത്ര മാവോവാദികൾ വെടിയേറ്റു മരിച്ചു എന്നുള്ള വിവരമാണ് തേടിയിരുന്നത്. എത്ര മാവോവാദികൾ വെടിയേറ്റു മരിച്ചു, ആ വിവരവും പോലീസ് നിഷേധിക്കുന്നു. അപ്പോൾ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ അടക്കമുള്ളവയ്ക്കകത്ത് വാസ്തവത്തിൽ ഏറ്റുമുട്ടലുകൾ നടക്കുന്നില്ല എന്നും ഏകപക്ഷീയമായിട്ട് പോലീസ് കോടതിയെയോ നിയമത്തെയോ കാത്തു നിൽക്കാതെ ഏകപക്ഷീയമായിട്ട് വെടിവെച്ച് കാര്യങ്ങൾക്ക് അവസാനമിടുകയാണെന്നും ഫുൾ സ്റ്റോപ്പ് ഇടുകയാണെന്നും ഒക്കെ പറയേണ്ടി വരുന്നു. ഇത്തരം ചിന്തകൾ ഒരുപക്ഷെ പ്രതിലോമകരമായിട്ടുള്ള മറുചിന്തകൾ യുവാക്കൾ വളർത്താനിടയാക്കിയെന്ന് വന്നേക്കാം. അതുകൊണ്ട് ഒരു വിവരത്തെ ഭരണഘടനാവകാശ പ്രകാരമായിട്ടുള്ള വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു വിവരത്തെ തേടുമ്പോൾ അതിന് ഉത്തരം ലഭിക്കുന്നില്ല എങ്കിൽ ഉത്തരം ലഭിക്കാത്തവരെ വേറെ രീതിയിൽ ഉത്തരം തരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടി വരും ചിലരെ സംബന്ധിച്ചിട്ട്. ആ രീതിയിലുള്ള പ്രതിലോമകരമായിട്ടുള്ള ചിന്തകൾ യുവാക്കളിൽ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പ്രത്യേകിച്ചും മാവോയിസ്റ്റുകൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ഒരു ഭാഗത്ത് സജീവമായി ഇരിക്കെ തന്നെ മാവോയിസ്റ്റിന് ഇനി ഈ നാട്ടിൽ വളർച്ച ഒരു കാരണവശാലും ഉണ്ടാകില്ല എന്ന് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന മുതിർന്നവർ പോലും അഭിപ്രായപ്പെടുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. അപ്പോൾ മാവോയിസ്റ്റുകൾ നിയമം തെറ്റിക്കുന്നവരാകാം, പക്ഷേ അവരെ വെടിവെച്ച് കൊല്ലുന്ന നടപടി ഭരണകൂട ഭീകരതയുടെ മറ്റൊരു മുഖമായിട്ട് വരുന്നു. നിയമപരമായിട്ട് അവരെ വിചാരണ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ടും എന്തുകൊണ്ടാണ് എൻകൗണ്ടർ കൊലപാതകങ്ങൾ തുടരുന്നത്, നടക്കുന്നത്? അതൊരു സന്ദേശം നൽകുകയാണ്. ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെ കായികമായിട്ട് നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയും. ആ കൊലപാതകങ്ങളുടെ കണക്കുകൾ വിവരാവകാശ നിയമപ്രകാരം നൽകാതിരിക്കാൻ കഴിയും. ആ കൊലപാതകങ്ങളുടെയും മർദ്ദനങ്ങളുടെയും കണക്കുകൾ മറച്ചുവെക്കുന്നതിലൂടെ ഭരണകൂടം തങ്ങളുടെ തെറ്റായിട്ടുള്ള നടപടികളെ ന്യായീകരിക്കുകയാണ് എന്ന് പറയേണ്ടി വരികയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ ചോദ്യം കൃത്യമായിട്ടും ഇതാണ്: തെറ്റ് ചെയ്യുന്ന പോലീസുകാരിൽ എത്ര പേരെയാണ് പെരുമാറ്റ ദൂഷ്യത്തിൻ്റെ പേരിൽ പിരിച്ചുവിട്ടത്? ഇതും ഒരു ചോദ്യമാണ്. പോലീസ് സേനയെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ചോദിക്കുമ്പോൾ അത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ തടവുമുറിക്കകത്തുള്ള ഒന്നാണ്, സംരക്ഷിതമായിട്ടുള്ള ഒന്നാണ്, നിധിപേടകത്തിൻ്റെ അകത്തുള്ള ഒന്നാണ് എന്ന് പറഞ്ഞ് ഒളിച്ചു വെക്കുമ്പോൾ മനുഷ്യാവകാശ ലംഘനം അടക്കമുള്ള വിഷയങ്ങളുമായിട്ട് ചേർത്ത് വെച്ച് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരേണ്ടതുണ്ട്. അപ്പോൾ തെറ്റ് ചെയ്യുന്ന പോലീസുകാരിൽ, നീതി നടപ്പാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള പോലീസുകാരിൽ എത്ര പേരെയാണ് പെരുമാറ്റ ദൂഷ്യത്തിൻ്റെ പേരിൽ പിരിച്ചുവിട്ടത് എന്ന് ചോദിച്ചാൽ ആ കണക്കുകൾ നൽകേണ്ടതുണ്ട്. ആ കണക്കുകൾ നൽകുന്നതിലൂടെ പോലീസ് സേനയാണ് മഹത്വവൽക്കരിക്കപ്പെടുന്നത്. കാരണം ആ പോലീസ് സേന അപ്പോൾ നിഴലുകളിൽ നിന്ന് മാറി വെളിച്ചത്തിലേക്ക് വരുന്നു. ഒന്നും മറച്ചു വെക്കാനില്ലാത്ത ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന തുറന്ന ഹൃദയമുള്ള ഒന്നായിട്ട് പോലീസ് സേന മാറും. പെരുമാറ്റ ദൂഷ്യത്തിൻ്റെ പേരിൽ പിരിച്ചുവിട്ടവരുടെ പട്ടിക പുറത്തുവിട്ടാൽ ജനത്തിന് മനസ്സിലാവുന്നു അതിനകത്തും ഏത് വ്യവസ്ഥയ്ക്കകത്തും പെരുമാറ്റ ദൂഷ്യം അടക്കമുള്ള അല്ലെങ്കിൽ ക്രിമിനൽ ബോധമുള്ള വ്യക്തികളുണ്ടാവും. അത് ഭരണതലത്തിൽ, ഉദ്യോഗസ്ഥ തലത്തിൽ, മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവാം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ വിവരം പോലും വിവരാവകാശ നിയമപ്രകാരം നൽകാതിരിക്കുന്നത് എന്തിനാണ്?
പോലീസ് ഉദ്യോഗസ്ഥർക്ക് തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ അദൃശ്യമായിട്ടുള്ള പിന്തുണ ലഭിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നു. പോലീസ് ഭരണകൂടത്തിൻ്റെ അദൃശ്യമായിട്ടുള്ള കൈകളായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ തകർക്കപ്പെടുന്നത് ആരാണ്? അവിടെ തകർക്കപ്പെടുന്നത് പൗരാവകാശമാണ്. ഒരു പൗരന് പോലീസ് സ്റ്റേഷനിൽ വിശ്വാസമില്ലാത്ത ഒരവസ്ഥ വന്നാൽ അത്തരമൊരു ജനാധിപത്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ വിവരാവകാശ നിയമം രൂപകൽപ്പന ചെയ്തത് എന്തിനാണ് എന്ന് നമ്മൾ ഓർക്കണം. അത് പൗരന്മാരെ രാജ്യത്തിൻ്റെ യഥാർത്ഥ അധികാരികളായിട്ട് അംഗീകരിച്ചുകൊണ്ടാണ്. പൗരന്മാർക്ക് ഭരണകൂടത്തോട് നിവർന്നു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ശക്തി വിവരാവകാശ നിയമം നൽകി. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഭരണകൂട നടപടികളും ചില കോടതി വിധികളും ചേർന്ന് ഈ നിയമത്തെ ഇപ്പോൾ ദുർബലപ്പെടുത്തുകയാണ് എന്ന് പറയേണ്ടി വരുന്നു. വിവരാവകാശ കമ്മീഷനുകളുടെ പ്രവർത്തനം ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. വിവരങ്ങൾ നൽകാതിരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഭയമില്ലാതാകുന്നു. പൊതുതാൽപര്യമുള്ള വിവരങ്ങൾ പോലും വികലമായിട്ടുള്ള ന്യായം പറഞ്ഞ് മറച്ചുവെക്കുന്നു. കേരള പോലീസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാട് വിവരാവകാശ നിയമത്തെ വെറും ഒരു നോക്കുകുത്തിയാക്കി മാറ്റുമോ എന്നുള്ള ഭയമുണ്ടാക്കുകയാണ്. കസ്റ്റഡി മർദ്ദനം മനുഷ്യാവകാശ ലംഘനമല്ലെങ്കിൽ പിന്നെ ഈ നാട്ടിൽ എന്തിനാണ് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ള ചോദ്യം പോലും ഉയർന്നു വരും. ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഈയിടെ പുറത്തു വന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ നടന്ന കസ്റ്റഡി പീഡനത്തിൻ്റെ ഭീകരമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു. അത് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ 2023 കുന്നംകുളത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ എഡിറ്റോറിയൽ അനാലിസിസിൽ നമ്മൾ അത് വിശദമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. രാജ്യത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും CCTV വെക്കണം എന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ അവജ്ഞാപൂർവമോ അവഗണനാപൂർവമോ അവഗണിച്ച സംസ്ഥാനങ്ങളെ തെരഞ്ഞുപിടിച്ച് സുപ്രീം കോടതി താക്കീതിൻ്റെ സ്വരത്തിൽ സംസാരിച്ചത്. 2023 കുന്നംകുളം PG പോലീസ് സ്റ്റേഷനിൽ നടന്ന മർദ്ദനത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതൊക്കെ വിവരാവകാശ നിയമപ്രകാരമാണ്. അന്ന് ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി വലിയൊരു ഭയം പോലീസ് സേനയെ ബാധിച്ചിട്ടുണ്ടോ? ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ചോദിക്കുന്ന മറ്റു വിവരങ്ങൾ ഉത്തരം നൽകാതിരിക്കുന്നത്? ഇത് വ്യക്തമാക്കുന്നത് നമ്മുടെ പോലീസ് സംവിധാനത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള നിരവധി ക്രൂരതകളുടെ ഇരുണ്ട രഹസ്യങ്ങളുണ്ട് എന്നാണ്. പോലീസിൻ്റെ ഈ വിവര നിഷേധത്തിനെതിരെയാണ് ടി ആസഫ് അലി സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് ലഭിച്ചിരിക്കുന്ന ഉത്തരം നിരാശാജനകമാണ്. പോലീസ് സേനയെ സംബന്ധിച്ചിട്ട് ഒട്ടും തന്നെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു ഉത്തരമല്ല അവരിൽ നിന്ന് ലഭിച്ചത്. ഇതൊരു വ്യക്തിയുടെ മാത്രം പോരാട്ടമല്ല, ഇത് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം എന്നുള്ളതിലേക്കാണ് നാം കാണേണ്ടത്. പൗരന്മാർ വിവരങ്ങൾ തേടുമ്പോൾ ഭരണകൂടം അത് നിഷേധിക്കുന്നത് ഒരുതരം ദുർഭരണമാണ് എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരം മുതൽ നാം പൊരുതി നേടിയിട്ടുള്ള അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന നടപടിയാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കേണ്ടുന്ന വിവരങ്ങളെ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുന്നത്. ഞാനിപ്പോൾ ഉപയോഗിച്ച ആ വാക്കിനെ ഞാനൊന്ന് പിൻവലിക്കുകയാണ്. മുടന്തൻ ന്യായം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ശരിയല്ലാത്തൊരു വാക്കാണ്. പെട്ടെന്ന് സംസാരിച്ചു വന്നപ്പോൾ നാവിൽ നിന്ന് വന്നു എന്നേ ഉള്ളൂ. എന്തായാലും വികലമായ ന്യായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. കസ്റ്റഡി മർദ്ദനങ്ങൾ ഇല്ലാതാകണമെങ്കിൽ സുതാര്യത അനിവാര്യമാണ്. ആ സുതാര്യത എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ സുപ്രീം കോടതി കൃത്യമായിട്ട് താക്കീതിൻ്റെ സ്വരത്തിൽ സൂചിപ്പിച്ച കാര്യം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും എല്ലാ ചോദ്യം ചെയ്യൽ മുറികളിലെയും എല്ലാ കവാടങ്ങളിലും എല്ലാ ഇടനാഴികളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് പറയുന്ന ഒന്ന്, ആ ദൃശ്യങ്ങൾ ഒരു നിശ്ചിത കാലയളവിൽ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്ന് പറയുന്ന ഒന്ന്. മനുഷ്യാവകാശ കമ്മീഷന് ഇതിൽ വലിയ പങ്കുണ്ട്. കസ്റ്റഡി മരണങ്ങളുണ്ടായാൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് എടുത്ത് സമയബന്ധിതമായിട്ട് അന്വേഷണം പൂർത്തിയാക്കണം. ഒപ്പം പോലീസ് സേനയെ പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് സേനയ്ക്ക് നിരന്തരമായിട്ടുള്ള പരിശീലനം നൽകേണ്ടിയിരിക്കുന്നു. മൂന്നാം മുറ പ്രയോഗിക്കുന്ന ഉദ്യോഗസ്ഥരെ ഉടൻ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിവരാവകാശ നിയമപ്രകാരം പോലീസ് സേനയിലെ പോലീസ് സ്റ്റേഷനുകളിലെ കസ്റ്റഡി മർദ്ദനങ്ങളെയും കസ്റ്റഡി മരണങ്ങളെയും കുറിച്ചുള്ള വിവരം ഒരു പൗരൻ ചോദിച്ചാൽ ഇതാ വിവരം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും അങ്ങനെ നടന്നിട്ടില്ലാത്ത ഒരു ഉത്തരം നൽകാൻ കഴിയുന്ന രീതിയിലേക്ക് പോലീസ് സ്റ്റേഷനുകൾക്ക് മാറാൻ കഴിയണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ മാർഗനിർദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസ് എന്നത് നിയമം നടപ്പാക്കേണ്ട ഒരു ഏജൻസിയാണ്, നിയമം ലംഘിക്കേണ്ടവരല്ല. ഭരണകൂടത്തിൻ്റെ ധാർമ്മികത കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് പോലീസിനുള്ളത്. വിവരം മറച്ചുവെക്കുന്നത് ഭരണകൂടത്തിൻ്റെ ഭയമാണ്. ആ ഭയത്തെ നിയമപരമായിട്ട് മറികടക്കാൻ നമ്മൾ ഓരോ പൗരന്മാരും ഒന്നിച്ചു നിൽക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് നിഷേധിക്കപ്പെടുന്ന വിവരങ്ങൾ നാളെ നമ്മുടെ ജീവിക്കാനുള്ള അവകാശത്തെ തന്നെ നിഷേധിക്കുന്നതിന് തുല്യമാകും. നമ്മളെല്ലാവരും ടി ആസഫ് അലിയെ പോലെ ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം വിവരാവകാശ നിയമം നമ്മളോട് ആവശ്യപ്പെടുന്നത് വാ തുറക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, പേനയെടുക്കുക, ചോദ്യങ്ങൾ എഴുതുക, ടൈപ്പ് റൈറ്റർ എടുക്കുക, ടൈപ്പ് ചെയ്യുക, മൊബൈൽ ഫോൺ എടുക്കുക, ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്യുക.
വിവരാവകാശ നിയമപ്രകാരം അത് നൽകുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഈ ഇരുണ്ട നിയമവ്യവസ്ഥയിൽ ഒരു വെളിച്ചം കടന്നു വരികയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിക്കട്ടെ.